ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ട് ഞങ്ങളുടെ കപ്പലിൽ നിന്ന് പോർട്ട് ചെയ്തിരിക്കുന്ന ഐസ്ലാൻഡിലാണ് കേട്ടോ. എന്താ പറയുക, നല്ല അടിപൊളി പ്ലേസ് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള സ്പേസ്. ഞാൻ കുറച്ച് കാഴ്ചകളെടുത്ത് കാണിച്ചു കേട്ടോ. എനിക്ക് വളരെ സമയം വളരെ കുറവാണ്. പക്ഷേ ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഭംഗി കാരണം ഞാൻ അവിടെ ഇറങ്ങിപ്പോയതാ. നോക്കി സാധനം ഇതെന്താ സംഭവം നോക്കിയേ, എൻ്റെ മോഹനെ. മൗണ്ടെയ്ൻസ് എന്നൊക്കെ പറഞ്ഞല്ലേ, ഒരു 8-6 മൗണ്ടെയ്ൻസ്, വേറെ ലെവല്, ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ കാലത്ത് ഞങ്ങൾ ഒരു 7 മണിയാകുമ്പോൾ ഞങ്ങളോട് എത്തിയിട്ടോ. ഷിപ്പ് വരുന്ന കണ്ടോ, എന്താല്ലേ ഭംഗി. എന്താ പറയാ, ഒരു രക്ഷയില്ല, പൊളിച്ചിട്ടുണ്ട്. ഐസ്ലാൻഡിന്റെ പേര് പോലെ തന്നെ കണ്ടതേ, അങ്ങറ്റത്ത് കണ്ടോ ഐസ് കണ്ടോ, ഫുൾ ഐസാ. മലയുടെ മുകളിൽ മുഴുവൻ ഐസാ. സംഭവം കൊള്ളാട്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം, പൊളിച്ചിട്ടില്ലേ. ഏതൊക്കെ കമ്പനി എന്നറിയില്ല, ഒരു ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഡെക്ക് വന്നുകൊണ്ടിരിക്കുക. മിക്കവാറും നമ്മളുടെ ഷിപ്പിന് അടുത്തായിട്ട് തന്നെ ആയിരിക്കും അവർ ഡെക്ക് ചെയ്യുന്നത്. അപ്പോൾ പൈലറ്റ് ബോട്ടൊക്കെ അതിനടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. കൊള്ളാല്ലേ. പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വേണം. പോർട്ട് കാണാനൊക്കെ എന്ത് ഭംഗിയാ, ഒരു ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. അവരിനി ഒരു 10-15 മിനിറ്റ് എങ്ങനെ എടുക്കും അത് ഡെക്ക് ചെയ്യാനായിട്ട് ആ ഷിപ്പ്. ഇതിൻ്റെ അപ്പുറത്ത് ആ മലയുടെ സൈഡിലൂടെ റോഡാണ് കേട്ടോ പോണേ. അതിൽ നമുക്ക് വണ്ടികളൊക്കെ ഇടയ്ക്ക് പോകുന്നത് കാണാം. ആ സൈഡ് ആ മലയുടെ താഴെയായിട്ട് റോഡാ, വലിയൊരു റോഡാ, ഹൈവേ തോന്നുന്നു കേട്ടോ. ഒരു വണ്ടി പോകുന്നുണ്ടോ അവിടെ. എന്താ അല്ലേ കാഴ്ചകൾ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. പിന്നെ ഇവിടെ നിന്ന് നാളെ സീഡ് ആയിരിക്കും കേട്ടോ. അപ്പോൾ സീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫുള്ള് കടലിലായിരിക്കും. ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ പാസഞ്ചേഴ്സുമായിട്ട് കടലിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ടൗണിലേക്കൊക്കെ പോകാം. പക്ഷെ ഇവിടെ നിന്ന് ടൗണിലേക്ക് പോകണമെങ്കിൽ ഷട്ടിൽ ബസ്സെല്ലാം പിടിച്ചിട്ട് വേണം നമുക്ക് പോകാം. അതുകൊണ്ട് നമ്മൾ അധികം ദൂരത്തേക്ക് പോകുന്നില്ല. നമ്മളിവിടെ പോർട്ടിലേക്കുള്ള അടുത്തുള്ള കാഴ്ചകൾ മാത്രമേ കാണാൻ പോകുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പോൾ പ്രോപ്പർ സമയത്ത് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തില്ല ശരിയാവില്ല. അപ്പോൾ പുറത്ത് അധികം ദൂരം നമ്മൾ പോകുന്നില്ല. കാരണം എന്തിനു പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. ഞാനിങ്ങനെ നിൽക്കുന്ന കാരണം ഈ ഒരു ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിയതാ, സ്വെറ്റർ പോലും ഇടാതെ. സാധാരണ നമുക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇപ്പം എനിക്കൊന്ന് 13-12 മറ്റാണ് ഡിഗ്രി സെൽഷ്യസിൽ ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ. സാമാന്യം കൈയൊക്കെ നല്ല തരിച്ചു തണുത്തിട്ട് നല്ല രസമാണ്. ഞാൻ ആ ഷിപ്പ് ഡെക്ക് ചെയ്ത് കാണിച്ചിട്ടോ നിങ്ങൾക്ക്. അവർ ഡെക്ക് ചെയ്യാൻ പോകട്ടെ ഗൈസ്. ഇപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തുകൊണ്ട് രണ്ടുപേർ താഴെ നിൽക്കുന്നുണ്ട്, രണ്ടുപേരും കുറച്ചുപേരും മുകളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് പൈലറ്റ് ബോട്ടൊക്കെ പിന്നിലൂടെ വന്നു കഴിഞ്ഞു. ഇനി അങ്ങനെ കുറച്ച് നേരത്തുള്ള ഒരു ഡെക്ക് ഇപ്പം സൈഡിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഷിപ്പ് കണ്ടോ, സൈഡിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക. ഒരു ഡെക്ക് ചെയ്യുന്നൊരു കാഴ്ച നോക്കിയേ. ആ സാധനം ആ കയറ് വലിച്ച് കിട്ടുന്നത് കണ്ടോ. നമ്മൾ സാധാരണ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ബോട്ടിൽ അങ്ങനെ കയറ് വലിച്ച് കിട്ടുന്നത് കാണാറ്. അവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കുക കയറ് പുറത്തേക്ക്. കയറല്ലട്ടോ, അതിനെന്തൊരു പേരുണ്ട്, പക്ഷെ എനിക്ക് അതിന് പേരറിയാൻ പാടില്ല. ചെറിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ അവിടെ ഗൈസ്. പക്ഷെ നമ്മളുടെ ആ ഷിപ്പിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു ഷിപ്പാണ് കേട്ടോ. പുള്ളിക്കാരൻ അവിടെ എന്താ കെട്ടുക. മുകളിൽ നോക്കിയേ, റഡാറൊക്കെ നല്ല അടിപൊളിയായിട്ട് കറങ്ങണേ. ഞാൻ അത് അതിലേക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് ആ സാധനം. നമ്മുടെ ഈ ഷിപ്പിലേക്ക് കൊടുത്തിരിക്കുന്ന ഇതേ സെറ്റപ്പ് തന്നെയാണ് അവരിത് ചെയ്യാൻ. പക്ഷെ എന്താ കുറച്ച് ഡേഞ്ചറായിട്ടുള്ള പരിപാടിയാണ് ഈ സാധനം. ഭയങ്കര സ്ട്രോങ് ആയിട്ട് സാധനമാണ്. അപ്പോൾ അവര് ആ സെയിം പരിപാടി തന്നെ ചെയ്യാൻ പോണേ. നമുക്കിപ്പോൾ അധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഒരുപാട് അങ്ങോട്ട് പോകാനും കഴിയില്ല.
മാക്സിമം നമ്മൾ എല്ലാ പോർട്ടിലും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാ ബോട്ടിലും പോകാൻ കഴിയാത്ത, പക്ഷേ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാ ബോട്ടിലും നമ്മളിൽ പോകുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കിട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ ദ വേ പറയുന്നതായിരിക്കും. അപ്പോൾ ബൈ.